പ്രജിത, ഈ പഹൽഗാം സംഭവം യുദ്ധത്തിന് ശേഷം നമ്മുടെ സിവിലിയൻസിനെ പാകിസ്ഥാൻ ഭീകരർ ആക്രമിച്ചതിന് ശേഷം അവരെ വെള്ളം കൂടി മുട്ടിക്കുന്ന ഒരു ഓപ്പറേഷനാണ്, ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് നമ്മൾ നടത്തിയത്. ശേഷം ചൈന അവർക്ക് വെള്ളം കൊടുക്കാനായി, ഇന്ത്യ വെള്ളം കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരാൻ പറഞ്ഞ് ഇടിച്ചു കയറി വരൽ, ഒരു അനുകമ്പ ചൈനയുടെ ഭാഗത്ത് വരുന്നതായിട്ട് ഒരു വാർത്തയുണ്ട്. അതെ, അതായത് ഈ പഹൽഗാം അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം, അതായത് അത് കഴിഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് നമ്മളെടുത്ത വളരെ നയതന്ത്രപരമായിട്ടുള്ള തീരുമാനമായിരുന്നു സിന്ധു നദീജല കരാർ റദ്ദാക്കുക. അത് ഏകപക്ഷീയമായിട്ട് റദ്ദാക്കി എന്നുള്ളത് വയറ്റത്തടി തന്നെയായിരുന്നു. അവരുടെ ഭൂരിഭാഗം കാർഷിക ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ടിരുന്നതും ഈ ഒരു നദിയിലെ ജലവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയായിരുന്നു. കൃഷിയൊക്കെ തീർന്നു. ആ സമയത്താണ് അങ്ങനെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നദീജല കരാറാണ് നമ്മൾ റദ്ദാക്കിയത്. അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ അവരുടെ കുടിവെള്ളം മുട്ടി. കുടിവെള്ളം മുട്ടുമ്പോൾ ഈ പറയുന്ന ചൈന എന്ന് പറയുന്ന രാജ്യം അറിയാമല്ലോ, എവിടെ നുഴഞ്ഞു കയറാമോ, അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടോ അവിടെയെല്ലാം ചെയ്യും. പാകിസ്ഥാനിൽ ചൈനയ്ക്ക് കൃത്യമായ ഒരു കണ്ണുണ്ട്, അതിലേക്ക് അവർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ ഒരു പുതിയ വിവരം വരുന്നത്. അതായത് ഖൈബർ പക്തൂൺഖ്വയിൽ മുഹമ്മദ് എന്ന് പറയുന്ന അണക്കെട്ടിന്റെ നിർമ്മാണം, ആ നിർമ്മാണം വീണ്ടും വേഗത്തിലാക്കാനായിട്ട് ചൈന ഇടപെടുന്നു എന്നുള്ളതാണ് വിവരം. ഈ ചൈനയുടെ ഈ വിവരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചൈനയുടെ തന്നെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ സെൻട്രൽ ചൈന ടെലിവിഷൻ എന്ന് പറയുന്നതാണ്. അവരാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതെ, 2019 സെപ്റ്റംബറിലാണ് ചൈന മുഹമ്മദ് അണക്കെട്ടിന്റെ നിർമ്മാണം തുടങ്ങുന്നത്. നിർമ്മാണം അടുത്ത വർഷം പൂർത്തിയാക്കാനാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ, അതായത് പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിയ സാഹചര്യത്തിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ആ തീരുമാനം, അതായത് അണക്കെട്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ അവരുടെ തീരുമാനം. അതുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചത് കൊണ്ട്, ഇത് തീരുമാനം എന്നൊക്കെ പറയുമ്പോഴും ഇപ്പൊ തന്നെ അവിടെ അണക്കെട്ടില് കോൺക്രീറ്റ് നിറയ്ക്കലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതെല്ലാം വെറുതെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതല്ല, കോൺക്രീറ്റ് നിറയ്ക്കൽ അടക്കം അവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് വരുന്ന വിവരം. അപ്പോൾ ഇത് ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലെ നിർണായക ഘട്ടമാണെന്ന് കൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. ചൈനീസ് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ചൈന എനർജി എഞ്ചിനീയറിംഗ് കോർപ്പറേഷനാണ് മുഹമ്മദ് ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം നടത്തുന്നത്. അപ്പോൾ 8000 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനം, പെഷവാറിലേക്ക് പ്രതിദിനം 300 കോടി ഗാലൻ കുടിവെള്ളമാണ്, ജലസേചനം എന്നിവയൊക്കെ തന്നെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പാക് ഉപപ്രധാനമന്ത്രിയുണ്ട് ഇഷാഖ് ദർ. ഈ ഇഷാഖ് ദർ ചൈന സന്ദർശിക്കാൻ ഒരുങ്ങിയിരുന്നു. ആ ചൈന സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് ഈ തീരുമാനം വന്നതും തീരുമാനം വരുന്നതിനേക്കാൾ മുമ്പ് കോൺക്രീറ്റ് നിറയ്ക്കുന്ന പരിപാടി ഉൾപ്പെടെ അവിടെ തുടങ്ങിയിട്ടുള്ളതും. എന്തായാലും ഇന്നലെ ഈ ഇഷാഖ് ദർ ബീജിംഗിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ചൈനീസ് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള വാങ്ങിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സിന്ധു നദീജല ഉടമ്പടി പ്രകാരം സിന്ധു, ജലം, ചിനാബ് നദികളിലെയൊക്കെ വെള്ളം പാകിസ്ഥാന് ലഭിക്കുമായിരുന്നു. അതാണ് ഒന്നടങ്കം നമ്മൾ അടച്ചു പൂട്ടിക്കളഞ്ഞത്. അപ്പോൾ പാകിസ്ഥാനിലേക്കുള്ള കുടിവെള്ള ജലസേചന വിതരണത്തിൻ്റെ 80%, ചില്ലറയല്ല 80%വും ഈ നദികളിൽ നിന്നുള്ള വെള്ളം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാന് വലിയൊരു അടിയാണ്. അപ്പോൾ ഈ മുഹമ്മദ് അണക്കെട്ട് അവർ അവിടെ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലും കൃത്യമായ ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു അട്ടയ്ക്ക് കണ്ണ് ചൈനയ്ക്ക് കാണുമെന്നുള്ളത് ഉറപ്പാണ്. അത് കാണാതെ ഒരിക്കലും ചൈനയെ പോലൊരു രാജ്യം ലാഭം കാണാതെ ചെയ്യില്ല. അത് ചൈന മാത്രമല്ല കേട്ടോ, അമേരിക്കയും അങ്ങനെ തന്നെയാണ്. അത് സ്വാഭാവികമാണ്. കാരണം ഈ പറയുന്ന പാകിസ്ഥാന് ചൈന ആയുധങ്ങൾ നൽകുമ്പോൾ അതെല്ലാം കടമായിട്ടാണ് വാങ്ങിയത്.
ഇതിപ്പോ ആദ്യത്തെ തവണ ആയിരിക്കില്ല, ഇതിപ്പോ എത്രയോ തവണ, അതായത് 80% ആയുധവും ചൈനയുടേതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ചൈനക്ക് അത്രയും ആയുധങ്ങൾ നൽകുമ്പോൾ ഇത് 80% നൽകിയിട്ട് അയ്യടവേ ഇത് പൈസ ഒന്നും തരുന്നുമില്ല, ഞങ്ങളുടെ പരിപാടി, അതായത് അവർക്ക് അവിടെയുള്ള ചില ഉടമ്പടികളുണ്ട്, അതെല്ലാം നടപ്പാകുന്നത്, അതെ, അതെല്ലാം നടപ്പാകുന്നത് വരെ പിടിച്ചു നിൽക്കുകയും ചെയ്യണമല്ലോ. അപ്പോൾ ഈ അതുപോലെയാണ്, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ പൊട്ട നനഞ്ഞ പടക്കങ്ങൾ അവർ കൊടുത്തിട്ടുണ്ടാവുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ സിന്ധു നദീജല ഉടമ്പടി പ്രകാരം സിന്ധു ധലം ചിനാബ് നദികളിലെ വെള്ളം പാകിസ്ഥാൻ ലഭ്യമായിരുന്നു. പാകിസ്ഥാനിലേക്കുള്ള കുടിവെള്ള ലഭ്യത, ജലസേചനത്തിന്റെ ലഭ്യത വിതരണത്തിൽ 80% ഈ നദികളിൽ നിന്നുമായിരുന്നു. അതില് പാകിസ്ഥാനിലെ കിഴക്കൻ മേഖലയുണ്ട്. ഈ കിഴക്കൻ മേഖല പൂർണ്ണമായിട്ടും വരൾച്ചയിലേക്ക് തള്ളിവിടുന്ന തീരുമാനമാണ് ഇന്ത്യയുടേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം സിന്ധു നദീജല ഉടമ്പടി പ്രകാരമാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലേക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മുഴുവനും എത്തിക്കുന്നത്. അതൊക്കെ ഈ പറയുന്നത് പോലെ ഇതുവഴി എന്താ പറയാ മുടങ്ങിപ്പോയി, പൂർണ്ണമായിട്ടും മുടങ്ങിപ്പോയി. അപ്പൊ അവരുടെ ഈ ഭക്ഷ്യ പ്രതിസന്ധി കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ നാട്ടിലുണ്ടാകുന്ന ആഭ്യന്തര കലഹം അതിന്റെ ആക്കം കൂടും. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു തരത്തിൽ അവർക്ക് വൻ ഭീഷണി രാജ്യത്തിനകത്ത് തന്നെയുണ്ട്. ഈ വലിയൊരു ആണവ ബോംബ് അവരുടെ രാജ്യത്ത് തന്നെ അവർ സൂക്ഷിക്കുക. കാരണം ഈ ആഭ്യന്തര കലഹം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ ആഘാതം തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് മറ്റു രാജ്യങ്ങളോട് അടിച്ചു നിൽക്കാം, സ്വന്തം നാട്ടിലെ ആഭ്യന്തര കലാപമൊക്കെ ഉണ്ടാവുക, അതും സർക്കാരിനെതിരായിട്ട് ഉണ്ടാകുമ്പോൾ ഈ തിരിച്ചടിയിൽ പോലും, ഇന്ത്യക്കെതിരായ ആക്രമണത്തിൽ പോലും അവിടുത്തെ സാധാരണക്കാരായ സിവിലിയൻസിന് വലിയ എന്താ പറയാ എതിർപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, അതായത് രാഷ്ട്രീയ ഭരണകൂടത്തിൽ രാഷ്ട്രീയമുണ്ട്, സൈനികരുമുണ്ട്. ഈ രാഷ്ട്രീയ ഭരണകൂടത്തിന്റെ പറച്ചിൽ ഈ സൈനികർ കേൾക്കുന്നില്ല. അപ്പൊ സൈനികർ അവരുടെ ഇഷ്ടത്തിനാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ശരിക്കും ആ നാട്ടില് എപ്പോഴും അട്ടിമറി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. അതെ, എന്റെയൊക്കെ ഓർമ്മയില് ഞാൻ ഓർമ്മ വെക്കുന്ന സമയത്ത് തന്നെ കേട്ട് അവിടെ അട്ടിമറി, അവിടെ സൈനിക നേതൃത്വം അട്ടിമറിച്ചു, ഒരു പ്രധാനമന്ത്രി വരുന്നു അല്ലെങ്കിൽ പട്ടാള ഭരണം വരുന്നു, പട്ടാള ഭരണത്തെ അട്ടിമറിച്ച് നേരെ തിരിച്ച് ഇവിടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വരുന്നു. ഇത് മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു എത്തിക്സും ഇല്ല, അന്ധമായ. എപ്പോഴും അതാണ് പാകിസ്ഥാന്. അത് ശരിക്കും ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ക്യാൻസർ ആണ് ഇന്ത്യയെ സംബന്ധിച്ച്. അതിങ്ങനെ നിൽക്കും, പോകില്ല. പാകിസ്ഥാനിൽ പോകണമെന്ന് ചോദിച്ചാൽ നരകത്തിൽ പോയാൽ മതി എന്ന് പറയും ജാവേദ് അക്തർ പറഞ്ഞിട്ടുണ്ട്. അതായത് അത്രയും ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദികളിലെയും ഒക്കെ സമയം എടുക്കൂലേ ഈ അണക്കെട്ടൊക്കെ ശരിയായി വരാൻ? അതെ, അതാണ് പറഞ്ഞത്, അടുത്ത വർഷം പൂർത്തിയാക്കാം എന്നുള്ള രീതിയിലാണ് അവരത് വെച്ചിരുന്നത്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് തന്നെ ആക്കുന്നത്. പിന്നെ ചൈനയുടെ രീതി അറിയാലോ, ചൈന നമുക്ക് ഈ പറയുന്ന പോലെ വിത്തിൻ സെക്കൻഡ്സ്, വിത്തിൻ ഡേ എന്ന് പറയുന്നത് പോലെയാണ് അവരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ അതിന്റെ ഉറപ്പും കാര്യങ്ങളും ഒക്കെ മറ്റൊരു വശമാണ്. പക്ഷെ അവർ അടുത്ത വർഷത്തേക്ക് മാറ്റി വെച്ചിരുന്ന ഒരു പ്രൊജക്റ്റ് ഈ വർഷം തന്നെ ഇപ്പോൾ തന്നെ ചെയ്ത് തീർക്കാനായിട്ട്, അതുവഴി അവർക്കും ഒരു ലാഭവും ഇല്ലാതെ അമേരിക്കയും ചൈനയും ഒന്നും ഒരു രാജ്യത്തേക്കും ഇടപെടാൻ ചെല്ലില്ല.